അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അല്ലാഹുമ്മ സ്വല്ലി അലാ മുഹമ്മദ് വ അലാ ആലി മുഹമ്മദ്. പ്രിയ സത്യവിശ്വാസികളെ, വിശ്വാസിനികളെ, അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹ്. അള്ളാഹുവിനെ ഓർമ്മയിൽ നിലനിർത്താനുള്ള മാർഗങ്ങൾ നമുക്ക് പറയാം എന്ന് പറഞ്ഞ് ചില പ്രാർത്ഥനാ വാക്യങ്ങളൊക്കെ കുറച്ചു മുമ്പ് നാം പറഞ്ഞിരുന്നു. പിന്നെ ചില ചില തിരക്കുകൾ കാരണം അങ്ങനെ വിട്ടുപോയി. ഇൻഷാ അല്ലാഹ് ഇന്ന് ദൈവിക ചിന്തയിൽ നിന്ന്, മാന്യമായ ജീവിത രീതിയിൽ നിന്ന് നമ്മെ പിഴപ്പിക്കുന്ന ഒരു പുതിയ സാഹചര്യത്തെക്കുറിച്ച്, ഒരു പുതിയ സാധ്യതയെക്കുറിച്ച് പങ്കുവെക്കാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. ഖാല റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ നമ്മെ പഠിപ്പിച്ചു. നഹാ റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രവാചകർ വിലക്കി അൻ കുല്ലി മുസ്കിരിൻ, മുഴുവൻ ലഹരിയെ തൊട്ടും, ലഹരിയിലാക്കുന്ന മനുഷ്യനെ ലഹരിയിലാക്കുന്ന ഏതൊക്കെ കാര്യങ്ങളുണ്ടോ അതിനെ തൊട്ടൊക്കെയും പ്രവാചകർ നമ്മെ വിലക്കി. അത് നാം ഭയത്തോടെ, വിഷമത്തോടെ, പ്രയാസത്തോടെ കാണുന്നു. ദൈവിക ചിന്തയിൽ നിന്ന്, മാനവിക ബോധങ്ങളിൽ നിന്ന് അത് നമ്മെ കൊണ്ടുപോകുമെന്ന തിരിച്ചറിവ് തന്നെയാണ് നമ്മെ അതിൽ നിന്ന് പിന്തിരിപ്പിക്കുന്നതും നാം നമ്മുടെ കുട്ടികളെ, പുതിയ തലമുറയെ പരമാവധി ശ്രദ്ധിക്കുന്നതും. എങ്കിൽ തുടർന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം വീണ്ടും പറയുന്നു, വ മുഫത്തിരിൻ. മുസ്കിർ, ആ ലഹരി ഉണ്ടാക്കുന്നതിനെ മാത്രമല്ല പ്രവാചകർ വിരോധിച്ചത്. വ മുഫക്കിരിൻ, മനുഷ്യന്റെ ചിന്താശേഷിയെ, ശരീരത്തെ, ജീവിതത്തെ തളർത്തുന്ന, നശിപ്പിക്കുന്ന, ക്ഷയിപ്പിക്കുന്ന എന്തൊക്കെയുണ്ടോ അതിനെ തൊട്ടൊക്കെയും തന്നെ വിലക്കിയിട്ടുണ്ട്. പുതിയ തലമുറയിൽ നമ്മൾ കാണുന്ന ഒരു പുതിയ സാഹചര്യം, അവർക്ക് എന്ത് പഠിക്കണം, എങ്ങനെ പഠിക്കണം, ആരാവണം, എങ്ങനെയാവണമെന്ന ചിന്തയില്ലാത്ത, വീട്ടിൽ ആരൊക്കെ, വീടെങ്ങനെ, ഞാനെവിടെ, എന്ത് ചെയ്യണം, എങ്ങനെയാവണം, എനിക്കവിടെയുള്ള റോള് എന്താണ്, ഇത്തരം ചിന്തയില്ലാത്ത, ഞാനൊരു ജോലി ചെയ്യണം, ഏത് ജോലിയാവണം, എങ്ങനെയാവണം, അങ്ങനെ ഒരു കൺസെപ്റ്റ് ഇല്ലാത്ത, എൻ്റെ കുടുംബം എങ്ങനെയാവണം, എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥ എങ്ങനെയാണ്, കുടുംബത്തിൽ എനിക്കുള്ള പങ്കാളിത്തം എന്താണ്, ഇങ്ങനെ ഒരു സങ്കല്പം പോലുമില്ലാത്ത, ജീവിതത്തെക്കുറിച്ചൊരു ധാരണയില്ലാത്ത, ദൈവികമായ ഒരു ചിന്തയോ ബോധവും ഇല്ലാത്ത ഒരു അവസ്ഥ. ഇത്തരം ഒരു അവസ്ഥയിലേക്ക് നമ്മുടെ പുതിയ തലമുറയെ കൊണ്ടുപോകുന്നത് എന്താ? ഏതോ ചില മോഹ വലയങ്ങൾ, ഏതൊക്കെയോ ചില മോഹ വലയങ്ങൾ അവരെ സ്വാധീനിക്കുന്നു. ഇങ്ങനെയാവണം, അങ്ങനെയാവണം, അവിടെ പോവണം, ഇവിടെ പോവണം, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകൾ നൽകി, ഇങ്ങനെയൊക്കെയുള്ള മോഹങ്ങൾ നൽകി മറ്റുള്ളവയിൽ നിന്ന് മുഴുവനും വിട്ടുനിർത്തി ഒരു പ്രത്യേക ലോകത്തേക്ക് പുതിയ തലമുറയെ കൊണ്ടുപോകുന്ന സാഹചര്യം നമ്മൾ കാണുന്നു. നാം ലഹരിയെ ഭയപ്പെടുന്നത് പോലെ നമ്മുടെ കുട്ടികളിൽ, പുതിയ തലമുറയിൽ ഭയപ്പെടേണ്ട ഒരു വലിയ ദുരവസ്ഥയാണിത്. ഏതോ ചില ശക്തികൾ, എന്തോ ചില ഇടപെടലുകൾ, ഏതോ ചില സ്വാധീനങ്ങൾ, സോഷ്യൽ മീഡിയ അടക്കമുള്ള ഏതൊക്കെയോ ചില സ്വാധീനങ്ങൾ ഇത്തരം ചിന്തകൾക്ക്, ധാരണകൾക്ക് ശക്തി പകരുന്നു, കാരണമാകുന്നു. നാം തിരിച്ചറിയുക, എത്രത്തോളമാണ് ഇതിൽ നമ്മളുടെ പുതിയ തലമുറ കുടുങ്ങിപ്പോകുന്നത്. ഭക്ഷണം കഴിക്കുക അടക്കമുള്ള ദിനചര്യകളിൽ പോലും അവർക്ക് താല്പര്യമില്ലാതെ അവരേതോ ലോകത്തേക്ക് അവർ എത്തിപ്പെടുന്നു. ഈ ഒരു ദുരവസ്ഥയിൽ നിന്ന് നമ്മുടെ മക്കളെ, നമ്മളെ കുട്ടികളെ, നമ്മളെ പുതിയ തലമുറയെ
നാം സാഹചര്യത്തിനനുസരിച്ച് തിരിച്ചറിഞ്ഞ് നല്ലൊരു വഴിയിലേക്ക് അവരെ തിരിച്ചു വിട്ടില്ല എങ്കിൽ ഒരു പുതിയ തലമുറയുടെ അവസ്ഥ വളരെ വേദനാജനകമായിരിക്കും. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഇതിനുള്ള മാർഗം നമുക്കും നമ്മുടെ കുട്ടികൾക്കുമൊക്കെ ഇവർക്ക് എന്ത് പറ്റും, എങ്ങനെ പറ്റും എന്നൊക്കെ ചിന്തിക്കുകയും അവരുമായി ചർച്ച ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട്. എനിക്ക് എന്തിന് കഴിയും, കഴിയില്ല, എത്രത്തോളം എന്തിന് സാഹചര്യമുണ്ട്, സാഹചര്യമില്ല എന്ന ഒരു ബോധം അവനിൽ ഉണ്ടാക്കിയെടുക്കുക. നമ്മളുമായി, കുടുംബവുമായുള്ള പങ്കാളിത്ത ചർച്ചകൾ, വിദഗ്ധരായ, കഴിവുള്ള, വിശ്വാസയോഗ്യരായ, അറിവുള്ള ആളുകളുമായുള്ള പങ്കാളിത്തം, ഇങ്ങനെ നമുക്ക് ഈ ഒരു അവസ്ഥയിൽ നിന്ന് പുതിയ തലമുറയെ മാറ്റിയെടുക്കാൻ കഴിഞ്ഞില്ലെങ്കിൽ എന്തായിരിക്കും ഈ സമൂഹമെന്ന് നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല. അള്ളാഹു നമ്മെ കാത്ത് രക്ഷിക്കട്ടെ. ഇതിൻ്റെ മറ്റൊരു വലിയ ഘടകം ദൈവിക ചിന്ത അവരിൽ ഉണ്ടാക്കിയെടുക്കുക, അവരിൽ നിലനിർത്തുക. നാം മനസ്സിലാക്കുക, നാം പഠിച്ച, നാം തിരിച്ചറിഞ്ഞ ചെറിയ ചെറിയ വചനങ്ങളും ദിക്റുകളും സ്വലാത്തുകളും പ്രാർത്ഥനാവാക്യങ്ങളൊക്കെ നമ്മൾ ഉരുവിടുക, നമ്മൾ അവരെ പ്രോത്സാഹിപ്പിക്കുക. അങ്ങനെ ദൈവികമായ ഒരു ബോധത്തിലേക്ക്, ചിന്തയിലേക്ക് തിരിച്ചു കൊണ്ടുവരാൻ കഴിഞ്ഞാൽ മെല്ലെ മെല്ലെ ഇവയിൽ നിന്ന് രക്ഷപ്പെടുത്താൻ കഴിയും. ശരിയായൊരു ബോധത്തിലേക്കും ചിന്തയിലേക്കും നമുക്ക് എത്തിക്കാൻ കഴിയും. നാം പച്ചയായി കാണുന്ന ലഹരിയേക്കാൾ വലിയ മഹാവിപത്തായ അതിമാരക ലഹരിയാണ് ഇത്തരം അവസ്ഥ എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു നമ്മെ കാത്തുരക്ഷിക്കട്ടെ. വൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.